കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 2000 കടന്നു. 10,000 പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം അറിയിച്ചു. ലിബിയയിലെ ദേശീയ ദുരന്തത്തിൽ വേദനിക്കുന്നുവെന്നും രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്കും ഉറ്റവരെ നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥന അറിയിച്ചു. പരിക്കേറ്റവർക്കായും രക്ഷാപ്രവർത്തകർക്കും പാപ്പ തന്റെ ആത്മീയ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ലിബിയയുടെ അപ്പോസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് സാവിയോ ഹോൺതായ്ഫായ്ക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ അയച്ച ടെലിഗ്രാം സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ലിബിയയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് അപകടകരമായ കാലാവസ്ഥ നിലനിൽക്കുന്നതായി ലിബിയൻ വാർത്താ ഏജൻസി അറിയിച്ചു. മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊണ്ട ഡാനിയേൽ ചുഴലിക്കാറ്റാണ് രാജ്യത്തുണ്ടായ പ്രളയത്തിന് പ്രധാന കാരണം. നിരവധി അണക്കെട്ടുകൾ തകരുകയും തീരദേശ നഗരമായ ഡെർണ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയോടെ 2000-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചതായി അധികൃതർ അറിയിച്ചു. സമീപ രാജ്യമായ മൊറോക്കയിലെ ഭൂകമ്പം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് അയൽ രാജ്യമായ ലിബിയയിലുണ്ടായ പ്രളയം. ഇത് മേഖലയിൽ കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.